സിനിമകളും അതിലെ വയലൻസുമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇന്ന് വലിയ വിഭാഗം പ്രേക്ഷകരും വയലൻസ് ചിത്രങ്ങൾ ആസ്വദിക്കുന്നവരാണ്. പണി, റൈഫിൾ ക്ലബ്, മാർക്കോ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വയലൻസ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന ഹൈപ്പ് വളരെ വലുതാണ്. തമാശയും പ്രണയവും മറ്റും വിഷയമാകുന്ന ചിത്രങ്ങളെക്കാൾ കൂടുതൽ ജനപ്രീതി വയലൻസ് ചിത്രങ്ങൾക്കുണ്ട്. ഒരർത്ഥത്തിൽ സിനിമയിൽ വയലൻസ് ആഘോഷിക്കപ്പെടുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള സിനിമകൾ ഇത്രയേറെ ആഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാകും? IFFK പോലുള്ള മേളകളിൽ കിം കിഡൂക്കിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കൊറിയൻ സിനിമകളിലെ വയലൻസ് ആസ്വദിക്കുന്ന പ്രേക്ഷക സമൂഹമാണ് മലയാളികൾ. മലയാള സിനിമയിലും ഒരുപാട് വയലൻസ് ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാർക്കോ ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് വയലൻസ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. 18+ A സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചത്. വയലൻസിന്റെ തന്നെ അതിർവരമ്പുകൾ ഭേദിച്ച ചിത്രമാണ് മാർക്കോ. കണ്ട ചിത്രങ്ങളിൽ ഭൂരിഭാഗവും പ്രതികാരവും വയലൻസും ചോരക്കളിയുമാണ്. നീതിയാണ് അടിസ്ഥാന വിഷയമെങ്കിലും പരിഹാരമായി കണക്കാക്കുന്നത് വയലൻസ് ആണ്. ഇതിന്റെ പ്രതിഫലനം നമ്മുടെ സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനരചയിതാവും സാഹിത്യകാരനുമായ റഫീഖ് അഹമ്മദ് സിനിമയിലെ വയലൻസിനെ പറ്റി പറഞ്ഞത് ഈ അടുത്താണ്. ഭീകരമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാഹിത്യത്തിലും സിനിമയിലും ഇതേ രീതിയിലുള്ള പ്രതിഫലനമാണുള്ളതെന്നും റഫീഖ് അഹമ്മദ് പറയുന്നു. സമാനമായ പ്രതികരണങ്ങൾ പലരും പറയുന്നുണ്ട്. വെട്ടിക്കൂട്ടിയ ഇറച്ചിക്കട പോലെയാണ് ഇപ്പോൾ മലയാള സിനിമ. കൂടുതലും വയലൻസ് തന്നെ. മലയാളി പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കണം. സിനിമ എന്ന് പറഞ്ഞാലേ വയലൻസ് ആണെന്ന അവസ്ഥ. സലീം കുമാറിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിരവധി സംവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നടന്റെ പ്രസ്താവനയോട് യോജിച്ചും വിയോജിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത്. മലയാള സിനിമകളിൽ തമാശ ചിത്രങ്ങൾ ഇറങ്ങുന്നില്ലെന്ന് സലീം കുമാർ പറയുന്നു. മുഴുനീള തമാശയുള്ളതോ പൊട്ടിച്ചിരിപ്പിക്കുന്നതോ ആയ സിനിമകളില്ല. കോമഡിയിൽ തരംഗമുണ്ടാക്കാൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ലെന്നും സലീം കുമാർ പറയുന്നു. നിത്യജീവിതത്തിൽ സിനിമയുടെ സ്വാധീനം വളരെ വലുതാണ്. പ്രേക്ഷകർക്ക് പരമാവധി വിനോദ മൂല്യം സിനിമ നൽകുന്നുണ്ട്. വയലൻസ് ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സിനിമ കണ്ട് കൊല്ലാനും സ്ത്രീകളോടും കുട്ടികളോടും അതിക്രമം ചെയ്യാനും മോഷ്ടിക്കാനും ഇറങ്ങുന്നവർ വേറെ. ഓരോരുത്തർക്കും സിനിമ ഓരോ അനുഭവമാണ്. സമീപകാലത്ത് സിനിമയിൽ വയലൻസിനെ ആഘോഷിക്കുന്നത് പ്രവണതയായി മാറിയിരിക്കുന്നു. സമൂഹത്തിൽ നടക്കുന്നത് തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അവതരണത്തിൽ സ്റ്റൈലിഷ് ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ അത് കൂടുതൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നു എന്ന് മാത്രം. സമൂഹത്തിലുള്ളത് സിനിമയിലും സിനിമയിലുള്ളത് സമൂഹത്തിലും പ്രകടമാവും എന്നതാണ് വാസ്തവം.